ചെന്നൈ അണ്ണാ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ 2ാം വർഷ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി പിടിയിൽ. സർവകലാശാലയ്ക്ക് സമീപം വഴിയോരത്ത് ബിരിയാണി കച്ചവടം നടത്തുന്ന കോട്ടൂർപുരം സ്വദേശി 37 വയസ്സുകാരനായ ജ്ഞാനശേഖരനാണ് പിടിയിലായത്. ഇയാൾ കുറ്റം സമ്മതിച്ചതായി ചെന്നൈ പോലീസ് അറിയിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗത്തിനിരയായത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തായ യുവാവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷമാണ് ഇയാൾ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തത്. തിങ്കളാഴ്ച രാത്രി പള്ളിയിൽ പോയ ശേഷം ക്യാമ്പസിനുള്ളിൽ സുഹൃത്തായ മറ്റൊരു വിദ്യാർത്ഥിക്കൊപ്പം എത്തിയതായിരുന്നു പെൺകുട്ടി. ഈ സമയം ഇരുവരുടെയും അടുത്തേക്കെത്തിയ പ്രതി കാരണമായി ഇരുവരെയും മർദ്ദിക്കുകയും പെൺകുട്ടിയെ വലിച്ചിഴച്ച് കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഉപദ്രവിക്കുകയുമായിരുന്നു. CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കന്യാകുമാരി സ്വദേശിയായ പെൺകുട്ടിയാണ് ക്രൂരതയ്ക്ക് ഇരയായത്. ഒപ്പമുണ്ടായിരുന്ന യുവാവ് പ്രതി മർദ്ദിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പെൺകുട്ടി നിരവധി തവണ ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിച്ചുവെങ്കിലും പ്രതി അതിന് വഴങ്ങിയില്ല. പീഡന വിവരം കോളേജിൽ അറിയിച്ച പെൺകുട്ടി കോട്ടൂർപുരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഭാരതീയ ന്യായ സംഹിതയുടെ 63, 64, 75 വകുപ്പുകൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. പെൺകുട്ടിയുടെ സുഹൃത്ത്, ക്യാമ്പസിലെ സുരക്ഷാ ജീവനക്കാർ തുടങ്ങി 20ലേറെ പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രതി ജ്ഞാനശേഖരൻ മറ്റു കേസുകളിലും പ്രതിയാണെന്നാണ് ചെന്നൈ പോലീസ് പറയുന്നത്. ഒപ്പമുണ്ടായിരുന്ന സീനിയർ ആയിട്ടുള്ള സുഹൃത്തിനെ മർദ്ദിച്ചു വീഴ്ത്തിയ ശേഷമാണ് 2 പേർ ചേർന്ന് വിദ്യാർത്ഥിനിയെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചുവെച്ച് ബലാത്സംഗം ചെയ്തത്. ക്യാമ്പസിനുള്ളിൽ വെച്ച് അജ്ഞാതരായ 2 പേരാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നും ഇവർക്കായി തിരച്ചിൽ ആരംഭിച്ചുവെന്നും ഇന്നലെ കോട്ടൂർപുരം പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നാണ് വഴിയോരത്ത് ബിരിയാണി വിൽക്കുന്ന വിൽപ്പനക്കാരനാണ് പീഡിപ്പിച്ചതെന്ന് വ്യക്തമായത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾ ഒരു കൂസലുമില്ലാതെ കുറ്റം സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു. കന്യാകുമാരി സ്വദേശിയായ 19കാരിയാണ് ബലാത്സംഗത്തിന് ഇരയായത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഹൈവേ ലബോറട്ടറിക്ക് സമീപമുള്ള ക്യാമ്പസിന്റെ തുറസായ സ്ഥലത്ത് വെച്ചാണ് തന്നെ 2 പേർ ആക്രമിച്ചതെന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞത്. ദൃശ്യങ്ങൾ ഇയാൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തെന്നും ഇതുപയോഗിച്ച് തന്നെ ഇയാൾ ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്.